ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന്റെ ശേഷം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരു ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ഒരു കുറച്ച് വരുമാനം കിട്ടണം അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ആകണം എന്നുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് രേണുവിന് ആൾക്കാർ അങ്ങനെ കോർണർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അതായത് വരുമാനം കിട്ടണമെന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ വേണം. പൈസ ഇല്ലാതെ ഒരു രക്ഷയില്ല. ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ജീവിക്കാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്? നമ്മൾ കലാപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികളല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ, എനിക്കറിയില്ല. സബ്സ്ക്രിപ്ഷൻ വെച്ച ആൾക്കാർ കണക്ക് കൂട്ടിയിട്ട് വരുമാനം എത്ര വരെ വെളിപ്പെടുത്തി തുടങ്ങി. ഞാൻ പോലും കണക്ക് കൂട്ടിയില്ല, അതാണ് സത്യം. എനിക്കറിയില്ല സത്യം. ഈ ഇടയിലും കണ്ട സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സത്യമുള്ള കാര്യം പറയല്ല. വരുമാനം അത് ഇത്ര വെച്ച് കൂട്ടാനോ കൂടി ഇതൊന്നും എനിക്കറിയാം. ഞാനറിഞ്ഞില്ല. ഞാൻ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയായോ എന്നൊക്കെ എനിക്കറിയില്ല. എത്രയാണ് മെറ്റ എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് അത് അറിഞ്ഞു വരുന്നത്. പൈസ ഉണ്ടാക്കുന്ന തെറ്റായ രീതി തെറ്റാണ്. നമ്മൾ പൈസ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പൈസ ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ ഉള്ളൂ ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറേ. സുധിച്ചേട്ടനുള്ള സമയത്ത് മറ്റേ ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം വിഷയം വന്നിട്ട് സുധിച്ച ആ ഒറ്റപ്പെടലിൽ നിന്ന് ഇത്രത്തോളം ആയില്ലേ. അപ്പം അതിന് ഈ കുശുമ്പ് കയറി ഇതും പറയുന്നതിനും ഭേദം മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പറ്റും. ഞാനൊരു കണ്ടന്റാണ് ഇവർക്ക്. ഇപ്പം വ്ളോഗേഴ്സിനാണേലും നെഗറ്റീവ് വ്ളോഗേഴ്സ് മീൻസ് കുറച്ച് പേരേ ഉള്ളൂ, ഒരു പേരിൽ തന്നെ ഒരു 5 പേരേ ഉള്ളൂ. അവർ റിയാക്ഷൻ വീഡിയോ ഇടുന്ന അവർക്ക് ഇപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാ. അതായത് ഞാൻ സബിലിടുന്നുണ്ട് പിക്ക്, അപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാണ്. ഇന്ന് ഞാൻ ഒരു പിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടാണ്ട് വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തട്ടിക്കോളാൻ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് പ്രതീഷിന്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പം കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവരെടുത്തോട്ടെ. അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും നിൽക്കുന്നതും. ഇപ്പൊ 800 സംതിങ് കഴിഞ്ഞു.